ഹായ്, PRS ഹെൽത്തി കുക്കിംഗ് ആൻഡ് ട്രാവലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുരിങ്ങാച്ചപ്പിൻ്റെ പൊടിയാണ്. അത് ചട്ടിപ്പൊടി എന്നും പറയാം, പൊടി എന്ന് പറയാം. അതിന് വേണ്ട സാധനങ്ങൾ മുരിങ്ങാച്ചപ്പിനെ എണ്ണയൊന്നും ഒഴിക്കാതെ കണ്ട് നല്ലൊരു ഇരുമ്പ് ചീൻചട്ടിയിൽ കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കണം. പക്ഷേ മുരിങ്ങാച്ചപ്പ് ആദ്യം നമ്മൾ എടുക്കണം, വൃത്തിയായിട്ട് കഴുകണം. 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറും കൂടി വേണ്ട, ഒരു 15 മിനിറ്റ് നേരം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് ആ വെള്ളപ്പശയെല്ലാം ഒന്ന് ആറ്റിയിട്ട് എടുക്കണം. എടുത്ത ശേഷം നമ്മൾ പിന്നെ അതിൽ വെള്ളപ്പശ ചിലപ്പോൾ ഉണ്ടാവുമെന്നില്ല, ഒരു ഇതുണ്ടാവും. പൊടിയാക്കി വെക്കുമ്പോൾ പൊടി മോശമാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു ചീൻചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ കൂടെ കരിയാപ്പില പൊടി സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് കഴിക്കുക. അതല്ല, അതിനൊന്നും അത്ര നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളവർക്ക് മുരിങ്ങാച്ചപ്പിൻ്റെ കൂടെ തന്നെ ഒരു 3 കപ്പ് മുരിങ്ങാച്ചപ്പും 1 കപ്പ് കരിയാപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ നമ്മൾ പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ 2 പൊടിയും അതിൽ തന്നെ ചേർന്ന പോലെയായി. എന്നിട്ടാണ് ചട്നിപ്പൊടി ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഞാൻ മുരിങ്ങാച്ചപ്പിന് മുളകിൻ്റെ പൊടിയൊന്നും ഇടലില്ല, സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെക്കും. കരിയാപ്പില ചപ്പും പൊടിച്ച് വെക്കും. ഓരോ സ്പൂണ് 2 എടുത്തിട്ടാണ് ഞാൻ ഉച്ചഭക്ഷണത്തിൻ്റെ ഒപ്പം കൂട്ടിയിട്ട് കഴിക്കൽ. അങ്ങനെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2ഉം കൂടിയുള്ള ഒരു ചട്നിപ്പൊടീനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചഭക്ഷണത്തിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും ഇട്ട് നമുക്ക് കഴിക്കാം. പക്ഷേ എണ്ണ മാത്രം ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴേക്ക് ഞാൻ ചേർക്കാറില്ല. എന്നാൽ ഇന്ന് നമ്മൾ മുരിങ്ങാച്ചപ്പ് ആക്കുന്നതിൻ്റെ ഉള്ള സാധനങ്ങളെല്ലാം വേണമല്ലോ. ഇതാ മുരിങ്ങാച്ചപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കരിയാപ്പില ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിലിടുന്ന സാധനങ്ങൾ എന്നാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ നന്നാക്കി ചൂടാക്കി വെച്ച മുരിങ്ങാച്ചപ്പാണ്. ഇതാ ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോഴൊക്കെ തന്നെ നല്ല പൊടിയാവുന്നുണ്ട്. ചീൻചട്ടിയിൽ ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തു. കഴുകി വെയിലത്ത് വെച്ചു, ചീൻചട്ടിയിൽ ചൂടാക്കി എടുത്തു. അതിന് നമ്മൾ ചേർക്കേണ്ട കരിയാപ്പില ഇതാ നമ്മൾ ചൂടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് മുളകിൻ്റെ പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ ടീസ്പൂണ് ജീരകപ്പൊടി, അതിൻ്റെ പകുതി ഉലുവപ്പൊടി, നല്ല ഒരു കണ്ട വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള പിങ്ക് സാൾട്ട്, കുറച്ച് നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇത് ഇത്ര ഇട്ടിട്ട് ഞാൻ മുരിങ്ങാച്ചപ്പ് പൊടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കരിയാപ്പിലയാണ് ചൂടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. 1 ഗ്ലാസ് ഇതിൻ്റെ അകത്ത് ഞാൻ 1 ഗ്ലാസ് കരിയാപ്പില എടുത്തു, 3 ഗ്ലാസ് മുരിങ്ങാച്ചപ്പിൻ്റെ ഇലയെടുത്തു. ഇത് നന്നായിട്ട് നമ്മൾ 2 മുരിങ്ങാച്ചപ്പ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കരിയാപ്പില ഞാൻ ചൂടാക്കിയിട്ട് ഇതെല്ലാം സാധനം ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാനിപ്പം ചട്നിപ്പൊടി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മളെ മുരിങ്ങാച്ചപ്പ് പൊടി റെഡിയായി. ഇതിന് ചില ആൾക്കാർ എണ്ണ ഒഴിച്ചിട്ട് ചോരമുളകും മല്ലി ജീരകം ഉലുവ എല്ലാം വറുക്കുന്ന സമയത്തേക്ക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് കൂടി ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ ചേർത്തിട്ട് അരക്കും. എനിക്കിതിൻ്റെ അകത്ത് പരിപ്പൊന്നും ഇടുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ലാതെ കൊണ്ട് ഞാനത് ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ മല്ലി ജീരകം ഉലുവ കാശ്മീർ ചില്ലി പൗഡർ വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടാണ് ഈ പൊടി ഉണ്ടാക്കിയത്. എണ്ണ ഞാൻ ഇതിനകത്ത് തൊട്ടിട്ടേയില്ല. എണ്ണ ഇടാതെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഒരാഴ്ച 10 ദിവസമെല്ലാം വെക്കുമ്പോഴേക്ക് എണ്ണേൻ്റെ ഒരു സ്മെല്ലത് വേറെ ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എണ്ണയും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഓരോ സ്പൂണ് തിന്നുന്ന സമയത്തേക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ചൂട് ചോറിൻ്റെ അകത്ത് മിക്സാക്കിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളേനെ ചോറിനെ ഇതിന് മിക്സാക്കിയിട്ട് നമ്മളത് കഴിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉണ്ടാക്കിയ കറി കൊണ്ടെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുക. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളതാണ് ഈ മുരിങ്ങേൻ്റെ പൊടി. എല്ലാവർക്കും അറിയാം, ബോഡി പെയിൻസ് ആവട്ടെ BP ഷുഗർ എല്ലാത്തിനും നല്ലൊരു കൺട്രോൾ വെക്കുന്ന ആണ് ഈ മുരിങ്ങേൻ്റെ പൊടി. അതുകൊണ്ട് മുരിങ്ങയും കരിയാപ്പിലപ്പൊടിയും നല്ല തന്നെയല്ലേ, അതെല്ലാവർക്കും അറിയുന്നത്. മുരിങ്ങേൻ്റെതും എല്ലാവർക്കും അറിയുന്നത് തന്നെ. അപ്പോൾ അത് 2 വേറെ വേറെ ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ഇത് 2ഉം കൂടി ഒരുമിച്ച് ആക്കിയിട്ടായാലും നിങ്ങൾ കഴിച്ച് നോക്കണം. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ.
ബൈ.